ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഗ്ലിംസ് ഓഫ് ജോമ. നമ്മളിന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇടിയൻ ചക്ക കൊണ്ടുള്ള ഒരു തോരനും അതുപോലെ ഇടിയൻ ചക്ക കൊണ്ടുള്ള ഒരു കട്ട്ലേറ്റും. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. പിന്നെ ആദ്യം വേണ്ടത് നമുക്കൊരു ചെറിയ ചക്കയാണ്. ഇത് മുറിച്ച് കഷ്ണങ്ങളാക്കി നമ്മൾ കുക്കറിലാണ് ഈ തോരന് വേണ്ട ചക്ക വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ട പാകത്തിലാണ് നമ്മൾ അതിനെ കഷ്ണങ്ങളാക്കി നുറുക്കുന്നത്. അതിൻ്റെ കൂടും മടലും നമുക്ക് കളയാം. ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം നമുക്ക് അത് വൃത്തിയായി കഴുകി കുക്കറിൽ വേവിക്കാനായിട്ട് ഇടാം. കുക്കറിൽ വേവിക്കാനായി നമ്മൾ ഇടുമ്പോൾ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അത് ഒരു വിസിലടിക്കുന്ന വരെയാണ് ഈ തോരന് വേണ്ട ഈ ചക്ക വേവിച്ചെടുക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. ചുവന്നുള്ളി കുറച്ച് വേണം, പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പില, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, ആവശ്യത്തിന് തേങ്ങ. ചക്കയൊക്കെ വെന്ത് കഴിഞ്ഞു. അത് നമുക്ക് അതിലത്തെ ഉള്ള വെള്ളം കുറച്ച് വാർത്തി കളയാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം തോരൻ വയ്ക്കാനായി നമുക്ക് വെന്ത ചക്കേനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ കൈകൊണ്ട് ഒന്ന് ഉലർത്തി കൊടുക്കാം. ഉലർത്തി വെച്ച ചക്ക നമുക്കിനി തോരൻ ഉണ്ടാക്കാനായിട്ട് പോകാം. തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അടുപ്പത്തൊരു ചട്ടി വെച്ചതിന് ശേഷം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ച് കൊടുക്കാം. ഈ ചതയ്ക്കുന്ന നേരം കൊണ്ട് നമ്മുടെ ചട്ടിയിലെ വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞിട്ടുണ്ടാവും. അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടി ആ മിക്സ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി അതിൻ്റെ പാകത്തിനാവുമ്പോൾ അതിലേക്ക് ആവശ്യമായ പച്ചമുളക് കറിവേപ്പിലയും ഇട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചെറിയ മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലാവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളകും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. മുളകൊക്കെ നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്ന് കുറച്ച് അതിലിട്ട് കൊടുക്കാം. തേങ്ങയുടെ ഒരു പകുതിയോളം നമ്മളിതിലിട്ടിട്ടുണ്ട്. അതിനുശേഷം എല്ലാം കൂടി മൂത്തൊരു മണം വരുമ്പോൾ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചക്ക കഷ്ണങ്ങൾ, അതായത് ചക്ക പിച്ചി ചീന്തി വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ചക്ക ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ബാക്കിയുള്ള ചക്കയും കൂടി അതിലിട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള തേങ്ങ തോരൻ്റെ മീതെ നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒരു ഇല കൊണ്ട് നമുക്ക് അത് മൂടി വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മൺചട്ടിയിലായതുകൊണ്ട് നമ്മൾ തീയിൻ്റെ കാര്യം കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ചെറിയ തീയിലിട്ടിട്ട് മാത്രമേ ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ ആ വാഴയില എടുത്ത് നോക്കുമ്പോൾ ആ വാഴയിലയുടെ ഒരു മണവും ഈ തേങ്ങയും എല്ലാം കൂടിയിട്ടുള്ള മണം കൊണ്ട് ആ തോരൻ നല്ല കാണാനും ടേസ്റ്റും നല്ല രസമുണ്ടാവും. അതിനുശേഷം ആ തേങ്ങയെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് അതെടുക്കാം. സ്വാദിഷ്ടമായ ഇടിയൻചക്ക തോരൻ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ വെറുതെ കഴിക്കാനും ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ വരെ നല്ല ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയായ ഇടിയൻചക്ക കട്ട്ലേറ്റിലേക്ക് പോകാം. ഇടിയൻചക്ക കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചക്കയിൽ നിന്ന് തന്നെ കുറച്ച് മാറ്റി വെച്ചതാണിത്. അതിന് ആവശ്യമായ കുറച്ച് ഇഞ്ചി, 2 സവാള കൊത്തിയരിഞ്ഞത്,
കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് അരിപ്പൊടിയും, പിന്നെ 2 കോഴിമുട്ട, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. അതുണ്ടാക്കാനായി ആദ്യം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനായി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവോള ഇട്ട് ഒന്ന് വഴറ്റുക. സവോള വഴന്ന് കിട്ടാൻ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. ഞാൻ ചക്കയിൽ വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് ഇടാതിരുന്നത്. പിന്നെ പച്ചമുളക് ഇടുക. അതിനുശേഷം കറിവേപ്പില ഇട്ട് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസായ ഇഞ്ചി അതിൽ ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗരം മസാലയോ ചിക്കൻ മസാലയോ എന്ത് വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചക്ക ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം നമുക്കത് ചൂടാറാനായിട്ട് വെക്കണം. ആ സമയത്ത് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള കോഴിമുട്ട ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചക്കയുടെ മിക്സൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ എല്ലാം നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുറച്ച് അരിപ്പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഒരു ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. അത് നമ്മുടെ ആവശ്യാനുസരണം ഇതിൻ്റെ നനവിനനുസരിച്ചിട്ട് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാം കുഴച്ചെടുത്തു. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. അതിനുശേഷം നമുക്ക് ഓരോ കട്ട്ലേറ്റും ഷേപ്പ് ചെയ്തെടുക്കാം. കൈ ഒന്ന് നനച്ചതിന് ശേഷം ഷേപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടത് ഷേപ്പായി വരും. അത് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്കെടുക്കാം. ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ കട്ട്ലേറ്റും നമുക്ക് ഈ കോഴിമുട്ടയുടെ മിക്സിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ റസ്ക് പൊടിയിലിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാനത് ഇവിടെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറില്ല. അത് ഇഷ്ടമുള്ളവർക്ക് റസ്ക് പൊടിയിലും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഇടിയൻ ചക്ക കട്ട്ലേറ്റും റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ ബൈ.